ജനങ്ങൾക്കെല്ലാം നല്ല ധാരണയുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പരമാവധി കാര്യങ്ങൾ ചെയ്യും. കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നാൽ അതേസമയം തന്നെ ആൾക്കറിയാം, ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ട് പോകുന്നതിനെ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് വരുന്നത്, തടസ്സമാണ് വരുന്നത്. അത് കുറച്ചാളുകൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ കാര്യങ്ങൾ നന്നായി കൊണ്ടുപോകാനായിട്ട് ഗവൺമെന്റിന് കഴിയണം. അതിന് ഞങ്ങളുടെ സഹായം ഉണ്ടാവും, നമുക്ക് കൊണ്ടുപോകാൻ പറ്റണമെന്ന്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യങ്ങൾ തന്നെ നല്ലതുപോലെ കൊണ്ടുപോവുക, കേരളത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഗവൺമെന്റ് ചെയ്യുമെന്ന പ്രതീക്ഷയാണ്. ഞാൻ പറഞ്ഞത്, ഈ ഒരു ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ 1-2 വർഷങ്ങൾ മുമ്പ് മുതലേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, LDF പ്രവർത്തകർ, ഞങ്ങളെല്ലാവരും പറഞ്ഞൊരു കാര്യം, ഇന്ന് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ, മറ്റന്നാൾ ബഡ്ജറ്റ് വരുന്നു, അതിന്റെ 2 ദിവസം മുമ്പ് സംസാരിക്കുമ്പോൾ ഇന്ത്യയിലെ പ്രമുഖമായ പ്രതിപക്ഷ പാർട്ടികളെല്ലാം അത് അംഗീകരിക്കുന്ന സ്ഥിതിക്ക് വന്നിരിക്കുന്നു. ഇന്ന് കോൺഗ്രസിന്റെ കർണാടകത്തിലെ ഗവൺമെന്റ്, അവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ, ഞാൻ വാർത്തകളെല്ലാം വിശദമായി കേട്ടില്ല, നിങ്ങൾ എന്നെക്കാളും ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അവരുൾപ്പെടെ ഡൽഹി സമരം, അല്ലെങ്കിൽ അവരുൾപ്പെടെ കേന്ദ്രത്തിന്റെ നയത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ബംഗാളിലെ മുഖ്യമന്ത്രി അതിശക്തമായ സമരത്തിലേക്ക് കേരളം ഈ സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളും, ഇന്നിപ്പോ മറ്റു പല സംസ്ഥാനങ്ങളിലെയും നേതാക്കന്മാര് കേന്ദ്രത്തിന്റെ നിലപാട് വളരെ മോശമായിട്ടാണ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ വിവേചനം വരുന്നത് കേരളത്തിന് നേരെയാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നില്ല, കഴിഞ്ഞ ദിവസം സാമ്പത്തിക അവസ്ഥ സംബന്ധിച്ചുള്ള വിശദീകരണം വരുന്ന രേഖയ്ക്കകത്ത്, നമ്മുടെ റിവ്യൂവിനകത്ത് അതിന്റെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. റിസർവ് ബാങ്കിന്റെ ഈ കണക്കുകൾക്കകത്ത് ആകെ 100 രൂപയിൽ 23 രൂപ മാത്രമാണ് കേന്ദ്രത്തിന്റെ എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്ക് വന്നു. നിങ്ങൾ ആ ഭാഗം ഒന്നുകൂടെ നോക്കണം എന്ന് എന്റെ അഭിപ്രായം. കാരണം ആ ലിസ്റ്റ്, അതിനകത്ത് ആ റിപ്പോർട്ട് നിങ്ങളുടെ ഉണ്ട്, ആ ലിസ്റ്റിനകത്ത് 70 രൂപ വരെ കിട്ടുന്ന, കേന്ദ്രം 70 രൂപ, സംസ്ഥാനം 30 രൂപ, കേന്ദ്രം ശരാശരി 50 രൂപയ്ക്ക് അടുത്ത്. കേന്ദ്രം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്നല്ല സംസ്ഥാനത്ത് നിന്ന് പിരിക്കുന്ന ടാക്സ് ഇനി കിട്ടുന്നതാണ്. അതിനകത്ത് ശരാശരി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് തരേണ്ട 50 രൂപയാണ് ശരാശരി. ആ 50 രൂപ വെച്ച് 100-ൽ 50 രൂപ വെച്ച് 50% വെച്ച് കിട്ടുന്നുണ്ട്. 45-50% വെച്ച് എല്ലാ സ്റ്റേറ്റിലും കിട്ടുന്നുണ്ട്. കേരളത്തിന് 23 കിട്ടുന്നുള്ളൂ. ഇത് കേരളം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാരും UDFകാരും ഉൾപ്പെടെ, പിന്നെ BJPക്കാർ സ്വാഭാവികമായിട്ടും ഞങ്ങളെന്തോ പറയുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു. ഇന്നിപ്പോ കർണാടകത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് പറയുമ്പോൾ എന്തായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അവസ്ഥ എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനൊരു അവസരം എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ബഡ്ജറ്റ് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ആളുകൾ കാണുന്നത്. എന്തായാലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, കേരളത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, കേരളത്തിലെ ഈ നേട്ടങ്ങൾ, ഇന്ത്യയിലെ മറ്റെല്ലാ സ്റ്റേറ്റിൽ നിന്നും വ്യത്യസ്തമായ ധാരാളം നല്ല കാര്യങ്ങൾ നമുക്കെല്ലാം ഉണ്ട്. അത് ഗവൺമെന്റിന് മാത്രമല്ല, കേരളത്തിന്റെയാണ്. അത് സംരക്ഷിക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ആയിരിക്കും. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഇക്കാര്യത്തിനകത്ത് പരിമിതിയുണ്ട്. മൊത്തം നികുതിയുടെ നല്ലൊരു ഭാഗവും ശേഖരിച്ചുകൊണ്ട് പോകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്നുള്ളതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന് പരിമിതിയുണ്ട്. ആ പരിമിതിക്കകത്ത് നിന്ന് ഏറ്റവും നന്നായിട്ട് കേരളത്തെ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ആലോചിക്കുന്നത്. അതിനകത്ത് എല്ലാവരുടെയും സഹായം ഉണ്ടാവണം. ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം നമുക്ക് കാണുകയും പറയുകയും ചെയ്യാവുന്നതാണ് പറയുന്നത്. അതാ പറഞ്ഞത്, അറ്റോർണി ജനറൽ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. കാരണം BJP ഗവൺമെന്റിന്റെ വക്താവാണല്ലോ, കോടതിയിൽ അതല്ലേ പറയണ്ടേ. പക്ഷെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ ആ പ്രമേയത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം കൂടി അംഗീകരിച്ച, അല്ലെങ്കിൽ പ്രതിപക്ഷം കൂടി അംഗീകരിച്ച ഒരു പ്രമേയമാണ്. കാരണം കേരളത്തിന് അർഹമായത് കിട്ടണം, കേന്ദ്രം ഫെഡറലിസത്തെ ചോദ്യം ചെയ്യുകയും വേറൊരു ഡിപ്പാർട്ട്മെന്റ് പോലെ, കീഴാളന്മാർ പോലെ സംസ്ഥാനങ്ങളെ കാണരുത് എന്നുള്ളതാണ് ആ പ്രമേയത്തിനകത്തെ പൊതുകാര്യം. ആ പ്രമേയം പൊതുവിൽ അംഗീകരിച്ചത്. ആ പ്രമേയത്തിന് അനുകൂലമായിട്ട് സംസാരിക്കാനായിട്ട് വയ്യാത്തതുകൊണ്ട് വാക്കൌട്ട് നടത്തി എന്നുള്ളത് ഇന്നലെ വന്നതാണ്. അപ്പം അത് കഴിഞ്ഞാണ് ഇന്നൊരു കാവ്യനീതി പോലെ തന്നെയാണല്ലോ കർണാടകത്തിലെ അവരുടെ ഇന്നത്തെ ഉള്ളതിനകത്ത് ഏറ്റവും ശക്തമായ ഒരു ഗവൺമെന്റ് ആണുള്ളത്. ആ ഗവൺമെന്റ് തന്നെ ഇങ്ങനെ പറയുന്നു. അപ്പൊ അതുകൊണ്ട് കേന്ദ്രത്തിനെ വെറുതെ പഴിക്കുന്നതല്ല, ഞങ്ങൾ കേന്ദ്രത്തിന് വേണ്ടിയും സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.